നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഏറെക്കാലമായി തുടരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളെ പൂർണ്ണമായും ഉടച്ചു വാർത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം. ഒ.ജെ. ജനീഷിനെ അധ്യക്ഷനാക്കിയതിനു പുറമെ ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റുമാക്കിയതോടെ യൂത്ത് കോൺഗ്രസ് പൂർണ്ണമായും എ.ഐ.സി.സി. സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന് കീഴിലായി. സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ശേഷം കൂടുതൽ വോട്ട് നേടിയ അബിൻ വർക്കിയെ മറികടന്നാണ് ഒ.ജെ. ജനീഷിനെ അധ്യക്ഷനാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായ സംസ്ഥാന കമ്മിറ്റിയിൽ ഉപാധ്യക്ഷനായിരുന്നു ജനീഷ്. തൃശൂർ സ്വദേശിയാണ്. KSU ജില്ലാ അധ്യക്ഷ സ്ഥാനമടക്കം വഹിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. കാലങ്ങളായി എ ഗ്രൂപ്പിന്റെ കൈവശമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം. കഴിഞ്ഞ പുനഃസംഘടനയിൽ KSU അധ്യക്ഷ സ്ഥാനവും എ ഗ്രൂപ്പിന് നഷ്ടമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ചിതറിത്തെറിച്ച പഴയ എ ഗ്രൂപ്പിനേറ്റ മറ്റൊരു തിരിച്ചടിയാണ് യൂത്ത് കോൺഗ്രസ് തലപ്പത്തെ പുതിയ നിയമനങ്ങൾ. ജനീഷിന് പുറമെ ബിനു ചുള്ളിയൽ, അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരുടെ പേരായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇതിൽ അബിൻ വർക്കിയെയും അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി ഉയർത്തി. അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തലയും അഭിജിത്തിനായി KM രാഘവന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പും സജീവമായി രംഗത്തുണ്ടായിരുന്നു. പതിവ് പോലെ ഇത്തവണയും വാർത്തകളിൽ JS അഖിലിന്റെ പേരും ഉയർന്നു കേട്ടെങ്കിലും സജീവമായി പരിഗണിച്ചിരുന്നില്ലെന്നാണ് നിലവിലെ നിയമനങ്ങൾ നൽകുന്ന സൂചന. സാമുദായിക സമവാക്യങ്ങളാണ് മറ്റു പേരുകൾക്ക് വിനയായത്. KPCC, KSU, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഇതാണ് അബിൻ വർക്കിയെ മാറ്റി നിർത്താൻ കാരണം. മറ്റു പേരുകളിൽ ഗ്രൂപ്പുകളും നേതാക്കളും ഐക്യപ്പെടാതിരുന്നതോടെയാണ് ജനീഷിനെ അധ്യക്ഷനാക്കിയത്. രാഹുലിന്റെ രാജിക്ക് തൊട്ടുമുമ്പ് നടന്ന ദേശീയ പുനഃസംഘടനയിൽ ബിനു ചുള്ളിയലിനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് ബിനുവിന് പുറമെ 3 പേരാണ് ജനറൽ സെക്രട്ടറിമാരായത്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ജിൻഷാദ് ജിന്നാസ്, KSC ഗ്രൂപ്പിൽ നിന്നുള്ള ഷിബ്ന VK, രമേശ് ചെന്നിത്തലയോട് ചേർന്ന് നിൽക്കുന്ന ശ്രീലാൽ ശ്രീധർ എന്നിവരാണ് മറ്റു 3 പേർ. ഇതിൽ എ ഗ്രൂപ്പ് KM അഭിജിത്തിന്റെ പേരായിരുന്നു ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം നടന്ന ഇടപെടലുകളിൽ അഭിജിത്തിന്റെ പേര് വെട്ടിപ്പോവുകയാണുണ്ടായത്. അന്ന് പ്രവർത്തകരും നേതാക്കളും അഭിജിത്തിനു വേണ്ടി സജീവമായി രംഗത്തെത്തി. കോഴിക്കോട് MP MK രാഘവന്റെ നേതൃത്വത്തിൽ 4 MPമാർ ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ടതായും വാർത്തകളുണ്ടായിരുന്നു. അന്ന് നഷ്ടമായ ദേശീയ സെക്രട്ടറി സ്ഥാനമാണ് അഭിജിത്തിലേക്ക് വൈകിയെത്തുന്നത്. പഴയ സംസ്ഥാന കമ്മിറ്റിയിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമില്ല. അധ്യക്ഷന് പുറമെ 7 ഉപാധ്യക്ഷന്മാരാണ് ഉണ്ടായിരുന്നത്. ബിനു ചുള്ളിയലിനെ ഉൾപ്പെടുത്താൻ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൂട്ടിച്ചേർക്കുകയായിരുന്നു. നേരത്തെ പ്രഖ്യാപിച്ച പട്ടികയിലെ ഷിബിനയ്ക്ക് പുറമെ മറ്റൊരു വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. ഇതോടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരുടെ എണ്ണം 5ആയി കുറയും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.